എന്തൊരു പ്രതീക്ഷയോടെയാണ്, 1000 മധുര സ്വപ്നത്തോടെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ആ മാധുര്യം വർദ്ധിക്കുന്നതും സ്വാദ് കൂടിക്കൂടി വരുന്നതും എത്ര കുടുംബങ്ങളിലാണ് ഒന്ന് പരിശോധിക്കുക. ബഹുഭൂരിഭാഗം കുടുംബങ്ങളിലും കുടുംബജീവിതം കൂടുന്തോറും കൂടുതൽ പ്രശ്നസങ്കീർണങ്ങളായി, കുടുംബമെന്നാൽ ഇമ്പമെന്നതിന് പകരം ഭൂകമ്പമായി മാറുന്ന എത്ര അവസ്ഥകളാണ് ദിനംപ്രതി വായിക്കുന്നതും കേൾക്കുന്നതും. പരമപ്രധാനമായൊരു വില്ലൻ വിവേചനങ്ങളാണ്. ഉമ്മ മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന വിവേചനങ്ങൾ. ഞങ്ങളുടെ ഉമ്മ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, ഒന്നിനെ തൊഴുത്തിലും മറ്റൊന്നിനെ പുല്ലൂട്ടിലും കെട്ടുക. ഒരു മരുമകൾക്ക് ഒരു പപ്പടം കൂടുതൽ കൊടുത്താൽ പപ്പടമല്ല അവിടെ പ്രശ്നം, മറിച്ച് ഉമ്മ 2 മക്കളോട് വിവേചനം കാണിച്ചു എന്നത് മറ്റേ മരുമകൾക്ക് ജീവിതത്തിലൊരിക്കലും സഹിക്കാൻ പാടില്ല. മക്കൾ പല രൂപത്തിലും ശേഷിയിലുമായിരിക്കും. ചിലർക്ക് സാമ്പത്തിക ശേഷി നന്നായി ഉണ്ടാകും, മറ്റു ചിലർക്ക് തൊഴിൽ പോലും ഉണ്ടാവില്ല, ഉള്ളത് തരുന്നുണ്ടാവില്ല. ആയതുകൊണ്ട് തരുന്ന മകനോട്, അല്ലെങ്കിൽ തൊഴിലുള്ള മകനോട്, സാമ്പത്തിക ശേഷിയുള്ള മകനോട് ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും കാണിച്ചു. അതടുത്ത മകൻ അറിഞ്ഞാൽ അവൻ്റെ മനസ്സ് പിളരും, തളരും. മാത്രമല്ല, നാളെ ഇന്നത്തെ ധനികനായ മകൻ ദരിദ്രനും, ഇന്നത്തെ ദരിദ്രൻ നാളെ ധനികനും ആയിക്കൂടുന്നില്ല. സ്വത്ത്, സൗന്ദര്യം എല്ലാം നിഴൽ പോലെയാണ്. സൂര്യൻ എല്ലാ ദിവസവും കിഴക്കിൽ ഉദിക്കുന്നു, ഉച്ചവരെയും നിഴൽ പടിഞ്ഞാറോട്ടേക്കാണ്. എന്നാൽ ഉച്ചക്ക് മധ്യരേഖയിൽ നിന്ന് സൂര്യൻ തെറ്റിയാൽ നിഴൽ നേരെ കിഴക്കോട്ടായി മാറുന്നു. എന്ന പോലെ ഈ ഭൗതിക സുഖാഡംബര വസ്തുക്കളൊക്കെയും, സമ്പത്താണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ഒക്കെയും മാറിയും മറിഞ്ഞും വരുന്ന ഒന്നാണ്. അതിൻ്റെ പേരിൽ ആരെയും പരിഗണനയും അവഗണനയും പാടില്ല. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് എപ്പോഴും കാണാൻ കഴിഞ്ഞാൽ ഒട്ടുമിക്ക കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നീതി ഏറ്റവും മർമ്മപ്രധാനമായൊരു കാര്യമാണ്. നീതിയില്ലാത്ത കുടുംബം നാളെ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും നീതിക്ക് 1-ാം സ്ഥാനം കുടുംബത്തിലും എല്ലാറ്റിലും നൽകുക. നീതിയുള്ള കുടുംബമായി ജീവിക്കാൻ തുണയേകണേ അല്ലാഹ്.